അടുത്ത സ്റ്റാൻസൊക്കെ തമിഴ്നാട്ടിലുള്ള കുറച്ച് സിദ്ധന്മാരുടെ ആണ് പറയുന്നത്. കുറേ സിദ്ധസങ്കല്പത്തിൽ മുന്നോട്ട് സാധനയിൽ കുറേ പോയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ അനുഭവം കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഇദ്ദേഹം ഇങ്ങനെ കുറേ തമിഴ്നാടൊക്കെ ഇങ്ങനെ കറങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പരിചയപ്പെട്ട് വന്നതാണ് ഇതിനകത്ത് പറയുന്നത്. ജ്വരം മാറ്റി വിഭൂതി കൊണ്ട് മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ അരുതാതെ വലഞ്ഞ് പാടി ഔദരമാം നോവ് കൊടുത്ത സിദ്ധനോ. വിഭൂതി കൊണ്ട്, അതായത് ഭസ്മം കൊണ്ട് ആരുടെയോ ജ്വരം അസുഖം മാറ്റിയ, എന്നിട്ട് അങ്ങനത്തെ ഈ പിന്നെ അത്ഭുതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത മൂർത്തിയോ ഒരു വ്യക്തിയെ പറ്റി ഇങ്ങനെ പറയുകയാണ്. പിന്നെ ഒരു പോംവഴിയുമില്ലാതെ വേദന കൊണ്ട് പിടഞ്ഞപ്പോൾ ഭഗവത് കീർത്തനങ്ങൾ പാടി വേദന സ്വന്തം വേദന കുറച്ച സിദ്ധൻ. അപ്പോൾ അത് വേറൊരാൾ. അപ്പോൾ രണ്ടുപേരുടെ കമ്പയർ ചെയ്തിട്ട് ഇവരിൽ ആരാണ് അനുകമ്പ ആണ്ടവൻ, അനുകമ്പയിൽ ആണ്ടുപോയവൻ ആര്? മുങ്ങിച്ചത്തു എന്ന് പറയും പോലെയാണ് പറയുന്നത്. അനുകമ്പ വന്നപ്പോൾ അതിൽ അങ്ങ് ആണ്ടൊക്കെ പോയി എന്നാണ് ആ അർത്ഥത്തിൽ എടുക്കണം. അതിൽ ആദ്യം പറഞ്ഞ വിഭൂതി കൊണ്ട് അസുഖങ്ങൾ മാറ്റിയ തിരുജ്ഞാന സംബന്ധർ എന്ന് പറയുന്ന ഒരു സിദ്ധൻ തമിഴ്നാട്ടിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തുടർന്നുള്ള സ്റ്റാൻസിൽ പറയുന്ന 4 പേര് തിരുജ്ഞാന സംബന്ധർ, അപ്പർ, സുന്ദർ, മണിക്കവാചർ. ഈ പറയുന്ന 8, 9, 10 ഇതിൽ പറഞ്ഞു വരുന്ന ഈ കുറച്ച് സിദ്ധന്മാരുടേതാണ്. അപ്പം അതിൽ ആദ്യത്തെ പറഞ്ഞത് തിരുജ്ഞാന സംബന്ധർ എന്ന് പറയുന്ന ഒരു സിദ്ധനെ പറ്റിയിട്ടാണ്. ഇദ്ദേഹത്തെ പറ്റി ഹാലാസ്യ മാഹാത്മ്യത്തിലൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇത് ചാപ്റ്റർ 69, ലീല 62 ആ ഇതിൽ ഈ പറയുന്ന സിദ്ധനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ചാപ്റ്റർ 69 ലീല, ഓരോ ലീലകളായിട്ടാണ് പറഞ്ഞത്. 62ാമത്തെ ലീലയിൽ ഇദ്ദേഹത്തെ പറ്റിയിട്ട് കൂടുതൽ പറയും. ഉണ്ട്. അപ്പം ബ്രഹ്മപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഒരു വലിയ ശിവഭക്തൻ ഉണ്ടായിരുന്നുവെന്നും വിപ്രൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായിട്ടാണ് ഇദ്ദേഹം ജനിച്ചത് ഈ പറയുന്നത്. അപ്പം വളരെ കുഞ്ഞിലെ വലിയ ഒരു ഭക്തനായിരുന്നു. അപ്പം ഇന്ന് രാവിലെ മനസ്സിലാക്കിയ രീതിയിൽ ചിന്തിക്കണം. ആത്മാനുസന്ധാനവും ബ്രഹ്മാനുസന്ധാനവും ഉള്ള രീതിയിൽ വലിയ ഭക്തനുമായിരുന്നു, കവിയുമായിരുന്നു. കവി അങ്ങനെ കൂടാതെ ജ്ഞാനിയും ആയിരുന്നു. വളരെ കുഞ്ഞിലെ ഇതാണ്. ആ സമയം ആ രാജ്യത്ത് ഉള്ള രാജാവിന് ഒരു അസുഖം വന്നു. പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടും അസുഖം കുറയുന്നില്ല. അപ്പം ആ രാജാവിൻ്റെ പേരാണ് കുബ്ജപാണ്ഡ്യൻ. അല്പം കൂനുള്ളതുകൊണ്ട് അദ്ദേഹത്തിനെ വിളിച്ചതാണ് കുബ്ജപാണ്ഡ്യൻ എന്ന് പറയുന്ന രാജാവ് അവിടെ ഉണ്ടായിരുന്നു. ആ രാജാവിന് അസുഖം വന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെ ചെയ്തിട്ടും കുറയുന്നില്ല. അപ്പോൾ ഇദ്ദേഹം അവിടെ പോയി. എന്നിട്ട് കുറേ ശിവനാമങ്ങൾ പറഞ്ഞിട്ട് ഭസ്മം അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അസുഖം മാറി, കൂനും മാറി. അപ്പം കുബ്ജപാണ്ഡ്യൻ സുന്ദരപാണ്ഡ്യനായിട്ട് മാറി. അവളെ പേരും കള്ളമല്ല, അവളെ പേര് മാറി. കൂനുള്ളതുകൊണ്ട് ആ പേരായിരുന്നു. സുന്ദരനായപ്പോൾ സുന്ദരപാണ്ഡ്യൻ എന്നുള്ള പേരോട്. അപ്പോൾ ഒരു പേരൊക്കെ മാറാൻ എത്ര സമയം ഇരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ആള് മാറി കീർത്തി വന്നു എന്നുള്ള ഒരവസ്ഥ. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? രാജാവ് ഓട്ടോമാറ്റിക്കലി ശിവഭക്തനായിട്ട് മാറി. അപ്പം ഇതാണ് ആ സുന്ദര സംബന്ധം എന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞ ആളുടേത്. രണ്ടാമത് പറയുന്നത് അരുതാതെ വലഞ്ഞ് പാടി ഔദരമാം നോവ് കൊടുത്ത സിദ്ധനോ. അത് അപ്പർ എന്ന് പറയുന്ന ഒരു സിദ്ധനെ പറ്റിയിട്ടാണ് അത് പറയുന്നത്. അപ്പർ എന്ന് പറയുന്ന പേര് അങ്ങനെയാണ്. അപ്പർ എന്നാണ്.
പെരിയ പുരാണം എന്ന് പറഞ്ഞ ഒരു ബുക്കുണ്ട് തമിഴ്നാട്ടിൽ. അതിൽ ഈ പറയുന്ന സിദ്ധന്മാരുടെയൊക്കെ ഡീറ്റെയിൽ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നു. അപ്പം ഇത് തിരുവാമൂർ എന്ന ഒരു സ്ഥലത്താണ് ഈ അപ്പർ എന്ന് പറയുന്ന ആൾ ജനിച്ചത്. തിരുവാമൂർ, തമിഴ്നാട്ടിൽ. ഇദ്ദേഹത്തിൻ്റെ ആദ്യ പേര് മരുൾ നീക്കിയാർ എന്നാണ് ആദ്യത്തെ പേര്. പിന്നീടാണ് അപ്പർ എന്നുള്ള പേര് കിട്ടിയത്. മരുൾ നീക്കിയാർ എന്നാണ് ഫസ്റ്റ് ഇദ്ദേഹത്തിനുണ്ടായിരുന്ന പേര്. ഇദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ ആളുണ്ടല്ലോ ഈ തിരുജ്ഞാന സംബന്ധം, ഇദ്ദേഹം കാണാൻ വന്നു. അപ്പോൾ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രണ്ട് പേരെന്ന് ചിന്തിക്കണം. ഇദ്ദേഹത്തിനെ കാണാൻ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അപ്പർ എന്ന് വിളിച്ചു. അങ്ങനെയാണ് അദ്ദേഹം വിളിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം അപ്പർ എന്നുള്ള പേര് കിട്ടി തുടങ്ങിയത്. അങ്ങനെയാണ് അപ്പർ എന്നുള്ള നാമകരണം അദ്ദേഹത്തിന് വന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ അപ്പർ ബാലനായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ മരിച്ചുപോയി. അത് റിസർച്ച് ചെയ്യണം കേട്ടോ, അതെന്താണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുണ്ട്, തിലകവതി എന്ന് പറയും. തിലകവതിയാണ് വളർത്തിയത് ഈ സഹോദരനെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജൈനമതം ഭയങ്കരമായിട്ട് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഇതായിരുന്നു. അപ്പോൾ ഈ അപ്പർ എന്ന് പറയുന്ന ആൾ അതിലോട്ടങ്ങ് ചാടി, ജൈനമതത്തിലോട്ട് ചാടി. എന്തോ ഇൻഫ്ലുവൻസ് കൊണ്ട് ചാടിയതായിരിക്കാം. അപ്പോൾ തിലകവതിക്ക് ഭയങ്കര വിഷമമായി. എന്നാലും മതം മാറ്റിക്കളഞ്ഞല്ലോ കള്ളന്മാർ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ എങ്ങനെയെങ്കിലും ശിവഭക്തി, ശിവൻ്റെ ഭക്തനായിട്ട്, അവരൊക്കെ ഭയങ്കര ശിവഭക്ത ആയിരുന്നു. അപ്പോൾ ഇവനും ശിവഭക്തനാകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ എങ്ങനെയെങ്കിലും അങ്ങയുടെ ഭക്തനാക്കിയിട്ട് മാറ്റണം എന്നത്. അപ്പോൾ അതൊരു നിസ്വാർത്ഥ ഒരു പ്രാർത്ഥനയാണത് ശരിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അപ്പോൾ ഭഗവാൻ സ്വപ്ന ദർശനം കൊടുത്തു എന്നാണ്. ആർക്ക്? ഈ സഹോദരിക്ക് കൊടുത്തതാണ്. അപ്പോൾ പറഞ്ഞ് പേടിക്കണ്ട, അവനെ ശിവഭക്തനാക്കിക്കൊള്ളാം, ഞാൻ അവനൊരു വയറുവേദന കൊടുത്ത് തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു സ്വപ്ന ദർശനം കൊടുത്തു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. പിറ്റേ ദിവസം രാവിലെ അടിച്ചപ്പോൾ വയറുവേദന അപ്പുറക്ക്. എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും വയറുവേദന പോകുന്നില്ല. അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, അടുത്ത് ശിവക്ഷേത്രമുണ്ട്, അവിടെ പോയി നിന്നും ഭജന ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ അപ്പർ പോയി. അപ്പം ഇരുന്ന് നോക്കിയാൽ മാറുമോ എന്നുള്ള ഇതിൽ പോയിരുന്ന്, അപ്പോൾ വെറുതെ പോയി ഇരുന്നിരുന്ന് പിന്നെ ഇത് പാടാൻ തുടങ്ങി, കീർത്തനങ്ങൾ പാടാൻ തുടങ്ങി. പിന്നെ കീർത്തനങ്ങൾ പാടിയിരുന്നു. അങ്ങനെ പാടി ഇദ്ദേഹത്തിന് രോഗം മാറിയെന്നാണ്. നമ്മുടെ ഇതിൽ ഗുരുവായൂരിലൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, വാതരോഗം ഒക്കെ മാറിയെന്ന് പറയും. അതേപോലെ ഇദ്ദേഹം ഉണ്ട്. അങ്ങനെ വയറുവേദന മാറി ചെയ്തിട്ട് പിന്നെ അദ്ദേഹം പാട്ട് നിർത്തിയില്ലെന്നാണ്, നോൺ സ്റ്റോപ്പായിട്ട് പാടിക്കൊണ്ടിരുന്നു. പിന്നെ ഈ ഗാനപ്രവാഹം പോലെ അങ്ങ് പാടിക്കൊണ്ടിരുന്നു. അദ്ദേഹം വിചാരിച്ചിട്ട് നിർത്താൻ പറ്റുന്നില്ല. അങ്ങനെ ശിവഗാനങ്ങളും കീർത്തനങ്ങളും പാടി കിടക്കുന്നു. ആ രീതിയിൽ അയാളങ്ങ് ഉയർന്ന് ഒരു വലിയൊരവസ്ഥയിലോട്ട് പോയി. ഇതാണ് അടുത്ത 9. അനുകമ്പാദശകം. വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകരനൽ മുകളിൽ നിന്നിരുമൈ വിട്ടകലാത ചിന്തയും അരുളാൽ വരും ഇമ്പമൻപകന്നൊരു നെഞ്ചാൽ വരുമല്ലലൊക്കെയും ഇരുളൻപിനെ മാറ്റുമല്ലലും കരുവാകും ഗുരുവാമിതേകിലും അരുളൻപനുകമ്പമൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം അരുളുള്ളവനാണു ജീവി എന്തൊരു വിട്ടിടുകയീ നവ
ഭക്ഷണി അരുളില്ലയതെങ്കിൽ അസ്ഥിതോത്സിരനാറുന്നൊരുടമ്പുതാനവൻ മരുവിൽ പ്രവഹിക്കും അമ്പുവ പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാ വരുമാറുവിധം വികാരവും വരുമാറില്ലറിവിന്നിതിന്നുനേർ ഗുരുവാമുടൽ വിട്ടു കീർത്തിയാനുകമ്പ നിന്നിടും പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ ഭൂതദയാക്ഷമാധിയോ സർവാദ്വയഭാഷ്യകാരനാം ഗുരുമൂയിൻ അനുകമ്പയാണ്ടവൻ പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നമിമുത്തുരത്നമോ ജ്വരമാറ്റി വിഭൂതി കൊണ്ടു മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ പാടിയൗദരമാം നോവു കെടുത്ത സിദ്ധനോ ഹരനെഴുതി പ്രസിദ്ധമാം പറയുന്നോതിയ മാമുനീന്ദ്രനോ മരിയാതുടലോടു പോയൊര പരമേശന്റെ പരാർഘ്യഭക്തനോ നരരൂപമെടുത്തു ഭൂമിയിൽ പെരുമാറിയിടിന കാമധേനുവോ പരമാത്ഭുതഗാനദേവതാന്തരുവോയി അനുകമ്പയാണ്ടവൻ മണിക്കവാചകർ എന്ന് പറയുന്ന ഒരാളും സുന്ദർ എന്ന് പറയുന്ന വേറൊരു സിദ്ധൻ, ഈ രണ്ട് സിദ്ധനെ പറ്റിയിട്ടാണ് ഈ ഇതിൽ പറയുന്നത്. മണിക്ക വാചകർ, മണിക്ക വാചകയർ. സുന്ദർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് വടവൂരാൻ എന്നാണ് ഫസ്റ്റ് പേര്. തമിഴ്നാട്ടിലൊക്കെ എന്താണ് അങ്ങനത്തെ പേര്. മധുരയ്ക്കടുത്ത് വടവൂർ ഗ്രാമത്തിലാണ് ജനനം. ചെറുപ്പത്തിലെ മഹാപണ്ഡിതനായിരുന്നു. അച്ഛനമ്മയെ പറ്റി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അറിഞ്ഞില്ല എങ്ങനെയാണ്. അപ്പോൾ ഈ വടവൂരാൻ ഇദ്ദേഹത്തിൻ്റെ, മഹേഷിനെയൊക്കെ സൂക്ഷിക്കണം കേട്ടോ, അതൊക്കെ സിദ്ധനായിട്ടൊക്കെ പോകുമെന്നൊന്നും പറയാൻ പറ്റൂ. പാണ്ഡ്യ രാജാവായ അരിമർദ്ദനൻ, അരി അടിക്കുന്നവനെന്നല്ല, അരി എന്ന് വെച്ചാൽ ശത്രു എന്നുള്ള അർത്ഥമുണ്ട്. ശത്രുവിനെ മർദ്ദിക്കുന്നവൻ എന്നുള്ളതാണ് അരിമർദ്ദനൻ എന്നുള്ളത്. ആ രാജാവിൻ്റെ മന്ത്രിയായിട്ടാണ് വടവൂരാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇദ്ദേഹം ഭയങ്കര ശിവഭക്തനാണ്. അങ്ങനെ ഇരിക്കെ രാജാവിന് വേണ്ടിയിട്ട് കുതിര വാങ്ങാൻ വേണ്ടി ഒരിക്കൽ പോവും, ഒരു യാത്ര ചെയ്യും കുറച്ച് ദൂരെ സ്ഥലത്ത്, നാഗപട്ടണം. അവിടെ പെരുന്തുറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ കുതിര കച്ചവടത്തിന് പോയി അതൊക്കെ ചെയ്തിട്ട് ശിവക്ഷേത്രം കണ്ട അവിടെ പോയി തൊഴണമെന്ന് ആഗ്രഹം തോന്നി. നേരെ ക്ഷേത്രത്തിൽ പോയി. അപ്പോൾ ഒരു വയസ്സായ ഒരാളുടെ രൂപത്തിൽ ശിവൻ വന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ജ്ഞാനോപദേശം ചെയ്തു എന്നാണ്. അങ്ങനെ ആ ജ്ഞാനോപദേശം കിട്ടി ഇദ്ദേഹം തിരിച്ചിങ്ങനെ കൊട്ടാരത്തിലെത്തി അരിമർദ്ദൻ്റെ അടുത്ത്. അപ്പം ചോദിച്ചു, കുതിര എവിടെ? ഏത് കുതിര? കുതിര എവിടെ? ഏത് കുതിര? എന്ത് കുതിര? എന്തിന് കുതിര എന്ന് ചോദിച്ചു. അപ്പം പിന്നെ മന്ത്രിപദമൊക്കെ പോയി. അതോടെ മന്ത്രിപദം പോയിട്ട് വടവൂരാൻ ഇങ്ങനെ തേരാപ്പാര നടക്കാൻ തുടങ്ങി.
അങ്ങനെ വീണ്ടും പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പോയി ഇത് ശിവകീർത്തനങ്ങൾ പാടിക്കൊണ്ടുവിടാം, പാടി ഇടാം. അപ്പോൾ ഇത് കേൾക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ വന്നു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ശിവഭഗവാൻ പറയും, നിൻ്റെ പാട്ട് വളരെ മധുരമുള്ളതാണ്, നീ കൂടുതൽ പാട്ടുകൾ പാടണം, ഞാനെല്ലാം എഴുതിയെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഇരുന്ന് പാടുന്നു. ശിവഭഗവാൻ വന്നിരുന്ന് എഴുതിയെടുക്കുകയായിരുന്നു. ഇങ്ങനെ ഇയാൾക്ക് ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് അങ്ങ് പാടും. അത് പിന്നെ എന്ത് പാടിയെന്ന് അറിയില്ല. ഇത് ഫുള്ളും ഇത് എന്ന് വെച്ചാൽ അത് റെക്കോർഡിങ്ങിലാക്കണമെന്നുള്ള അർത്ഥത്തിലാകാം അതാ സംഭവിച്ചത്. എന്നിട്ട് അടുത്ത ദിവസം ക്ഷേത്രത്തിലെ പൂജാരി ക്ഷേത്രം തുറന്നു നോക്കിയപ്പോൾ അവിടെ ഒരു താളിയോല കണ്ടുവെന്നും ആ താളിയുടെ ഓലയുടെ ഏറ്റവും മുകളിൽ എഴുതിയിരുന്നത് മണിക്കവാചകർ ചൊല്ലിക്കൊടുത്തത് നടരാജൻ കുറിച്ചെടുത്തത് എന്നുള്ള ഹെഡിങ്ങോടെ അത് ഉണ്ടായിരുന്നെന്നും ഈ പറയുന്ന കീർത്തനങ്ങളുടെ ഒരു കളക്ഷൻ തന്നെ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഇപ്പോഴും ആ പുസ്തകം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ശരത് പോറ്റേക്കിന് തുറന്നു നോക്കുമ്പോൾ ഇനി എന്തൊക്കെ കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോ താളിയോലകൾ ഇങ്ങനെ അത് പാടി വരുന്നുണ്ടാവും അവിടെ ആ നാട്ടിലുണ്ടാവും. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ചരിത്രം. ഇനി അടുത്ത പറയുന്ന സുന്ദരമൂർത്തി നായനാർ. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് ജീവിച്ചിരിക്കെ ദേഹത്തോടെ ഉടലോടെ സ്വർഗത്തിൽ പോയി എന്നുള്ള കൺസെപ്റ്റിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസക്തി. സുന്ദരമൂർത്തി നായനാർ എന്ന് പറയുന്നത്. ഇത് തമിഴ്നാട്ടിൽ ആണ് ജനനം. ഇദ്ദേഹം വളരെ വലിയ ഇത് ശിവ ഡിവോട്ടികളാണ് കൂടുതലും നോക്കുക, സിദ്ധസങ്കല്പത്തിൽ പെടുന്നതുകൊണ്ടാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് ശിവഭഗവാൻ വേഷം മാറി വന്ന് വിവാഹം മുടക്കി അങ്ങനെ അതിൽ ബോധോദയം ഉണ്ടായി. അങ്ങനെ ബോധോദയം അങ്ങനെ ശിവകീർത്തനങ്ങൾ പാടി നടന്നു. അങ്ങനെ ആലപിച്ച് ഞാൻ നടക്കുന്ന സമയം ഈ കഥ അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിനി കേരളത്തിലുള്ള കേരളത്തിൽ ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന ഒരാൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതും അദ്ദേഹം ഒരു ശിവഭക്തനായിരുന്നു. അങ്ങനെ ഇദ്ദേഹം എല്ലാ ദിവസവും ശിവപൂജ ചെയ്യുന്ന സമയത്ത് ശിവൻ്റെ ഈ ഒരു കാലിൽ ഒരു ചിലമ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹം എപ്പോഴും പൂജ ചെയ്യുമ്പോഴും ഈ ചിലമ്പ് ഇങ്ങനെ സൗണ്ട് കേൾക്കുമായിരുന്നു, ഒരു സൗണ്ട്. അപ്പോൾ ഇദ്ദേഹം പൂജ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ആ സൗണ്ട് ഫീൽ ചെയ്യും. അത് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പൂജയിൽ തൃപ്തി തോന്നിയിട്ട് ഇങ്ങനെ കാലുണ്ട് അദ്ദേഹം ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നപ്പോൾ അതിൻ്റെ സൗണ്ടാണ്. അപ്പോൾ ഈ സൗണ്ട് ഇദ്ദേഹം കേട്ടുകൊണ്ടാണ് പൂജ ചെയ്യുന്നത് ദിവസം. അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം അദ്ദേഹം ഇത് റിസീവ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു സന്തോഷം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പൂജ ചെയ്തപ്പോൾ സൗണ്ടൊന്നുമില്ല. അപ്പം പേടിയായി, തൃപ്തി കുറവാണോ എന്നുള്ളത്. അങ്ങനെ ഇരുന്നപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് വിഷമമായി. അത് അന്ന് ഒരു അശരീരിയോ സ്വപ്നദർശനമോ അങ്ങനെ വന്നിട്ട് അന്ന് ശിവഭഗവാൻ പറഞ്ഞത്, ഞാൻ ഒരാളുടെ കീർത്തനങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത് കൊണ്ടാണ് പാദം ചലിപ്പിക്കാൻ പറ്റാത്തതും സൗണ്ട് കേൾക്കാത്തതും. അപ്പോൾ അതാരാണെന്ന് തിരക്കിയപ്പോഴാണ് ഈ സുന്ദരമൂർത്തി നായനാർ എന്ന് പറഞ്ഞ ഒരാളെ പറ്റിയിട്ട് അറിഞ്ഞത്. അദ്ദേഹത്തെ തേടി ഈ രാജാവ് അങ്ങോട്ട് പോയപ്പോൾ അദ്ദേഹം ഇങ്ങനെ അലഞ്ഞു നടന്ന് പടികൊണ്ട് കിടക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഗുരുവായിട്ട് സ്വീകരിച്ചിട്ട് കൂട്ടിക്കൊണ്ട് കേരളത്തിൽ വന്നു ഇദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കും. അങ്ങനെ അദ്ദേഹം വരികയും കേരളത്തിൽ താമസിക്കുകയും ചെയ്തു. തിരുവഞ്ചിക്കുളം എന്ന് പറഞ്ഞ കേരളത്തിലുള്ള സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചത്.
അങ്ങനെ അദ്ദേഹം കുറേ നാൾ താമസിക്കുകയും ഉടലോടെ സ്വർഗത്തിലോട്ട് പോവുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്ത് കൊണ്ടുപോയിരുന്ന രാജാവിനും ആ ഭാഗ്യം കിട്ടി, അദ്ദേഹത്തിനും കൂടെ പോകുവാനുള്ള അവസരം കിട്ടിയെന്ന് രണ്ടുപേരും ഒരുമിച്ച് ഉടലോടെ സ്വർഗത്തിൽ സഞ്ചരിച്ചു. അപ്പോൾ ഒരു ദിവസം ഒരാൾ ഗണപതി പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഔവർ എന്ന് പറയുന്ന ഒരു ആൾ. ഔവർ എന്ന് പറയുന്നത് നമ്മളുടെ തിരുവള്ളൂരിൻ്റെ സഹോദരി. ഗണപതി പൂജ ചെയ്തുകൊണ്ടിരുന്നിട്ട് മുകളിൽ ഒഴിക്കുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ മുകളിലോട്ട് പോകും. ആര്? രണ്ടുപേരും. അപ്പോൾ ഇതെവിടെ പോകുന്നു എന്ന് നോക്കിയപ്പോൾ ശിവഭഗവാന്റെ അടുത്ത് പോകുന്നു എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹം, എനിക്കും പോകണം എന്നുള്ള ഒരു തോന്നൽ. അപ്പം ഇവർ ഭയങ്കര ഒരു തപസ്സിനി എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവരും ഗണപതിയെ പൂജ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു റൂട്ടിൽ പോയിട്ട് ഇവർ രണ്ടുപേരും എത്തും മുമ്പേ അവരെത്തിയത്. നോക്കിയപ്പോൾ ഇവരെ റിസീവ് ചെയ്യാൻ വേണ്ടി അവർ അവിടെ നിൽക്കുന്നു എന്നുള്ളത്. പെട്ടെന്ന് ജെറ്റ് വിമാനത്തിൽ അങ്ങ് പോയി അങ്ങ് അവിടെ എത്തി എന്നാണ് ആ ഒരു ചരിത്രം. ഇനി 10. നരരൂപമെടുത്ത് ഭൂമിയിൽ പെരുമാറിയ കാമധേനുവോ പരമാർത്ഥ ബുധദാന ദേവതാൻ തരുവോ ഈ അനുകമ്പയാണ്ടവൻ. അപ്പോൾ ഇത് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇവരിൽ ആരാണ് അനുകമ്പ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി പറയുന്നത് കാമധേനു എന്ന് പറയുന്ന ഒരാളും കൽപ്പവൃക്ഷം, ഈ രണ്ടിനെ കമ്പയർ ചെയ്തിട്ട് ഇതിലാരാണ് അനുകമ്പ ഉണ്ട് എന്ന് പറയും. കാമധേനു എന്ന് കൂടുതൽ പറയാൻ കാര്യം, വേനൻ എന്ന് പറയുന്ന ഒരാൾ ഭൂമിയിലുണ്ടായിരുന്നു. വേനൻ, ഇദ്ദേഹം വളരെ ദുർമാർഗത്തിൽ ചലിക്കുന്ന ഒരാളാണ്. ഈ വേനൻ്റെ മകനാണ് പൃഥു. വേനൻ്റെ മകനാണ് പൃഥു ചക്രവർത്തി. അപ്പോൾ ഇദ്ദേഹം ഭയങ്കര ഈശ്വരവിശ്വാസിയായിരുന്നു. അപ്പോൾ ഇത് ചക്രവർത്തിയുമാണ്. അപ്പോൾ ഈ രാജാവിന് സ്തുതി പാടകർ ഇങ്ങനെ വന്ന് ഇങ്ങനെ പാടി പിടിക്കുമ്പോൾ അവരെല്ലാവരും ഓട്ടിക്കും. ഇദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു അങ്ങനെ ഈ പൊക്കുന്നത്. ഭഗവാനെ വർണ്ണിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രം അദ്ദേഹം കൊട്ടാരത്തിൽ നിർത്തും. അപ്പോൾ അങ്ങനെ വളരെ സെലക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ എല്ലാവരെയും ഒരേപോലെ കാണുന്ന വിശാലമായി ഡിവോട്ടഡ് മൈൻഡുള്ള ഒരാളാണ്. അങ്ങനെ ഇരിക്കെ ഭയങ്കര വളർച്ച വന്നു എന്നും വൃക്ഷങ്ങളും മഴയൊന്നും ഇല്ലാത്തൊരവസ്ഥ വന്നു എന്നും ഇങ്ങനെ വന്നപ്പോൾ തൻ്റെ നാട്ടിലെ പ്രജകളെല്ലാം ദുഃഖിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം തോന്നിയെന്നും ഇദ്ദേഹം അമ്പെടുത്തിട്ട് ഭൂമി ദേവിയെ ലക്ഷ്യമാക്കി അമ്പ ചെയ്യാൻ വേണ്ടി പോയെന്നും, അപ്പോൾ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപമെടുത്തിട്ട് ഓടി രക്ഷപ്പെട്ടു എന്നും, അങ്ങനെ അപ്പോൾ പശുവിൻ്റെ രൂപം എടുത്ത് പോയപ്പോൾ പശുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പുറകിൽ നിന്ന് പോയെന്നും, അപ്പോൾ ആ ഭൂമിദേവി പറഞ്ഞു എന്ത് ആണ് ആവശ്യം അത് ചോദിച്ചോളൂ ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ലോകത്ത് എന്തൊക്കെയാണ് ആവശ്യം അതൊക്കെ ചോദിച്ച് വാങ്ങുന്നത്. അങ്ങനെ കാമധേനു എന്നുള്ള സങ്കല്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ തന്നപ്പോൾ ഇദ്ദേഹത്തിന് സന്തോഷമായെന്നും ഒരു മകളെപ്പോലെ കണ്ടുകൊണ്ട് അനുഗ്രഹിച്ചു എന്നാണ് ആ പശുവിനെ. അതുകൊണ്ടാണ് ഭൂമിക്ക് പൃഥ്വി എന്ന് പറയുന്ന പേര് കിട്ടാൻ കാര്യം. ഇദ്ദേഹത്തിൻ്റെ മകള് എന്നുള്ള അങ്ങനെ ആ പേര് കിട്ടാൻ കാരണമെന്ന് പറയുന്നു. അപ്പോൾ എന്തും ചോദിച്ചാൽ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നതുകൊണ്ട് അനുകമ്പ ആണ്ട ആളാണോ ഇത് എന്നുള്ള ഇതിലാണ്. ഇനി അവസാനം പറഞ്ഞു വരുന്നത് കൽപ്പവൃക്ഷത്തെ. ഇത് കർണനാണോ അതോ രത്നിദേവൻ എന്ന് പറയുന്ന ഈ രണ്ട് പേര് ഇതിൽ ആര് വേണമെങ്കിലും ആകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പം പേര് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഈ രണ്ടിലാരെങ്കിലും ആകാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. ഇതിൽ ഭാരതവംശത്തിൽ ജനിച്ച രാജാവാണ് രത്നിദേവൻ എന്ന് പറയുന്ന ഒരാൾ. ഇദ്ദേഹം ഭയങ്കരമായിട്ടും സർവീസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്. ചക്രവർത്തിയാണ്, ഇഷ്ടംപോലെ സ്വത്തും കാര്യങ്ങളുമുണ്ട്. അങ്ങനെ ദാനം ചെയ്ത് ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അവസാനം ദാനം ചെയ്യാൻ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹവും കുടുംബവും പട്ടിണിയായി.
ഒരു നിവൃത്തിയില്ല. 48 ദിവസം ഭക്ഷണമില്ലാതെ കിടന്നു എന്നാണ്. അങ്ങനെ കിടന്ന സമയത്ത് കുറച്ച് അരി കിട്ടി. ഇവരതിൽ കഞ്ഞി വെച്ചു. കഞ്ഞി വെച്ചിട്ട് അത് കുടിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയം അവിടെ ഒരു പണ്ഡിതൻ വന്നു ഭക്ഷണം വേണം. അപ്പോൾ ഇത് ഉള്ള അതിൻ്റെ നേർ പകുതി എടുത്തിട്ട് അയാൾക്ക് കൊടുത്ത് പകുതി അവരെടുത്തു. ആ പകുതി കൊണ്ട് വീണ്ടും കഴിക്കാതിരുന്നപ്പോൾ അവിടെ വിശന്ന് വലഞ്ഞ ഒരു ശൂദ്രൻ വന്നു. അപ്പം അയാൾക്ക് അതിൻ്റെ പകുതി കൊടുത്തു. ഇനി അതിൻ്റെ ബാക്കി പകുതിയേ ഉള്ളൂ. അത് കഴിക്കാതിരുന്നപ്പോൾ ഒരു നായയും കൊണ്ട് ഒരു നാടോടി വന്നു അവിടെ. അപ്പോൾ അയാൾക്ക് ആ ശേഷിക്കുന്ന അന്നം ഇനി അതിന് പങ്കുവയ്ക്കാനില്ല. ഒന്നും പങ്കുവെച്ച് കഴിഞ്ഞാൽ ആ നായനെ ചോദിക്കും, അത് നായ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതും കൊടുത്തിട്ട് അവർ കഴിക്കുന്നത് നോക്കിക്കൊണ്ട് അവരങ്ങനെ ഇരുന്നു. അങ്ങനെ അതിൽ ബാക്കി കുറച്ച് വെള്ളം മാത്രം ഉണ്ടായിരുന്നു. ആ വെള്ളവും വെച്ച് ഇയാൾ ഭാര്യയുണ്ട്, മക്കളുണ്ട്, ആ വെള്ളമുണ്ട്. അത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചണ്ടാളൻ അവിടെ വന്നു. അയാൾ വെച്ചിട്ട് എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ വെള്ളമെങ്കിലും തരൂ എന്ന് ചോദിച്ചു. അപ്പോൾ ഇനി ആകെപ്പാടെ ഉള്ള വെള്ളം മാത്രമേ ഉള്ളൂ. ആ വെള്ളം അതും കൊടുക്കും. ശരിക്കും ഇത് ഈശ്വരൻ്റെ ഒരു പരീക്ഷണമായിരുന്നു എന്നാണ് പറയുന്നത്. അയാൾ ആ ദാനം എന്ന് പറയുന്ന ഒരു ഇത് ചെയ്യുമോ ഇല്ലേന്ന്. അപ്പം ഈ അനുകമ്പ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത്. ശരിക്കും ആ ഉള്ള അവശേഷിക്കുന്നത് വരെ കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ചിലപ്പം ഭാര്യയും മക്കളും വിലക്കിയിട്ടുണ്ടാകാം. പക്ഷേ അയാൾ ആ അനുകമ്പ ഉള്ളത് കൊണ്ടാണ് അതൊക്കെ അവസാന നിമിഷം വരെ അത് കൊടുക്കാൻ തയ്യാറായി അത് കൊടുത്തത്. അങ്ങനെ ഈ പരീക്ഷിക്കാൻ വന്നവരെല്ലാവരും അവർ സ്വന്തം രൂപം ധരിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ഇദ്ദേഹത്തിനെ പിന്നെ മോക്ഷപ്രാപ്തനാക്കി എന്ന് സങ്കല്പം. പിന്നെ വേറെ എന്ന് പറയുന്നത് കർണനെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. കർണനോ ഒന്ന് രതിദേവനോ ഇതിൽ ഏതെങ്കിലും ഒരാളായിരിക്കണം ഈ ഒരാളെന്നാണ് പറയുന്നത്. കർണൻ്റെ സ്റ്റോറിയിൽ കവചകുണ്ടലം അതാണ് അത്. അപ്പം കർണൻ്റെ അച്ഛൻ സൂര്യഭഗവാനാണ്, അർജുനൻ്റെ അച്ഛൻ ഇന്ദ്രനാണ്. അപ്പം ഇന്ദ്രൻ ആരുടെ അണ്ടറിലാണ്? അല്ല, സൂര്യൻ ഇന്ദ്രൻ്റെ അണ്ടറിലാണല്ലോ, എല്ലാ ദേവന്മാരുടെ ഹെഡ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പം ഇന്ദ്രൻ്റെ മകനെ ജയിപ്പിക്കാനല്ലേ ഇന്ദ്രൻ നോക്കുള്ളൂ സ്വാഭാവികമായിട്ട്. അപ്പം ഈ മകൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സൂര്യഭഗവാൻ കവചകുണ്ടലങ്ങൾ കൊടുത്തത്. ആര് ചോദിച്ചാലും ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദ്രൻ്റെ മകൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ വേഷം മാറി വന്ന് അവന് എന്താണ് പ്രൊട്ടക്ഷൻ നൽകുന്ന അത് ചോദിച്ചു. എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്നുള്ള വേഷം മാറി വന്ന് എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് ചോദിച്ചപ്പോൾ തൻ്റെ ലൈഫ് പോകും എന്നുള്ളത് അറിയാമായിരുന്നു. പക്ഷേ കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് വന്ന് ചോദിക്കും നീ കൊടുക്കരുത് എന്ന് സൂര്യഭഗവാൻ നേരത്തെ ഒന്ന് ഉണ്ടായിട്ട് പോലും താൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്നുള്ള അതിൽ കൊടുക്കാനാണ്. അപ്പം ഇങ്ങനെ കമ്പയർ ചെയ്ത് തന്നെ അപ്പം ഇയാളാണോ അനുകമ്പയാണ്ടവൻ എന്ന് പറയും. ഇത് അപ്പോൾ ഈ 6, 7, 8, 9 ഇതിന് ഈ 4 സ്റ്റാൻസിൽ കുറേ ആൾക്കാരെ പേരുകൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൽ ശരിക്കും ചിന്തിക്കേണ്ടത്
ഈ വ്യക്തികളല്ല ഇതിൽ പ്രാധാന്യം, ആ വ്യക്തിയിലുള്ള ക്വാളിറ്റിയാണ് പ്രാധാന്യം. ആ ക്വാളിറ്റിയാണ് ആ വ്യക്തിയെ, നേരത്തെ പറഞ്ഞില്ലേ കുബ്ജപാണ്ഡ്യൻ സുന്ദരപാണ്ഡ്യനായി, ആ ക്വാളിറ്റി അവരെ മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞ കൃഷ്ണനോ അല്ലെങ്കിൽ വ്യാസനോ ശങ്കരനോ ബുദ്ധനോ അതിൽ അവർ ആ സ്റ്റേജിൽ എത്തിച്ചത് ആ അനുകമ്പ എന്ന് പറയുന്ന ഒരിതാണ്. ആ അനുകമ്പ എങ്ങനെ വന്നു? അരുൾ വന്നതുകൊണ്ടാണ്. അപ്പോൾ അരുളാണ് ഇവർക്ക് ഈ പ്രാധാന്യം കൊടുത്ത് എന്നാണ് ഇതിൽ പറഞ്ഞു ഇങ്ങ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അരുളിനല്ലേ പ്രാധാന്യം, വ്യക്തിക്കല്ലല്ലോ. അരുളുണ്ടെങ്കിലല്ലേ ഈ അനുകമ്പ ഉണ്ടാവുള്ളൂ. അനുകമ്പ ഉണ്ടാകുമ്പോഴല്ലേ സമൂഹം തിരിച്ചറിയുള്ളൂ. ഈ സമൂഹം തിരിച്ചറിയുന്നതിന് മുമ്പേ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? അരുളായിരുന്നു. അപ്പോൾ ഈ അനുകമ്പയുടെ വിത്ത് അരുളാണ്, അല്ലെങ്കിൽ ആ ജ്ഞാനമാണ്. അരുള്, അൻപ്, അനുകമ്പ എന്ന് പറഞ്ഞ ആ കൺസെപ്റ്റാണ്. അതാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നാണ് ശരിക്കും ആ അനുകമ്പ ദശകത്തിൻ്റെ ഒരു കോർ പോയിൻ്റ് എന്ന് പറയുന്നതാണ്. അതിൻ്റെ ഒരു ഫലശ്രുതിയായിട്ടാണ് അവസാനം പറഞ്ഞിരിക്കുന്ന ആ സ്റ്റാൻസ്. അതോടെയാണ് ക്യാമ്പ് തീരുന്നത്. അരുമാമറയോതും അർത്ഥവും ഗുരുവോതും മുനിയോതും അർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നു താൻ പൊരുളോർത്താൽ അഖിലാഗമത്തിനും. അതിൻ്റെ അർത്ഥം മറ എന്ന് പറയുന്നത് വേദം എന്നുള്ളതാണ് അർത്ഥം. മാമറ എന്ന് പറയുന്നത് മഹത്തായ വേദം എന്നാണ് അർത്ഥം. വേദത്തിൻ്റെ അർത്ഥം ബോധം എന്നാണ് അർത്ഥം. മറ വേദം, മാമറ മഹത്തായ വേദം, വേദത്തിൻ്റെ അർത്ഥം ബോധം. അപ്പം മാമറ മഹത്തായ ബോധം. 2 മാമറകൾ എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകത്തിൻ്റെ അർത്ഥം അതാണ്. അപ്പം മഹത്തരമായ വേദപുസ്തകങ്ങൾ വിവരിക്കുന്ന സത്യവും, അതാണ് അരുമാമറ ഓതും അർത്ഥവും. ഗുരു ഓതും അർത്ഥവും, ജ്ഞാനഗുരു പറഞ്ഞു തരുന്നതും. മുനിയോതും, അതായത് ജ്ഞാനസിദ്ധർ അവർ വെളിപ്പെടുത്തിയ സത്യവും. അപ്പം ഈ 3 സത്യവും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരേ ജാതിയിൽ, അതായത് ഒരു കാര്യം തന്നെയാണ് എന്ന്. പിന്നെ ഇതിൻ്റെ പൊരുൾ ഓർത്താൽ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അതിൻ്റെ ഫലം നോക്കിയാൽ ഒരു സത്യമേ പറയുന്നുള്ളൂ. ഇതവർ വ്യത്യസ്ത സത്യങ്ങളല്ല പറയുന്നത്, ഒരു സത്യമേ പറയുന്നുള്ളൂ, പല രീതിയിൽ ആണ് എന്നേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിൽ ക്ലിക്കാവില്ല പല സത്യം. അപ്പം ഈ പറഞ്ഞില്ലേ, ഇപ്പം വേദം വായിച്ച് നമ്മൾ മനസ്സിലാക്കിയാലും, ഒരു ജ്ഞാനഗുരു പറഞ്ഞാലും സിദ്ധം പറഞ്ഞ കാര്യം എഴുതിയാലും ഈ സത്യത്തിൻ്റെ ആ പൊരുൾ നമുക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് കാരണം? എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് അരുളിൻ്റെ ഷോർട്ടേജാണ്. അരുളിൻ്റെ ഷോർട്ടേജാണ് അതിൻ്റെ കാര്യം. നേരത്തെ പറഞ്ഞില്ലേ, ശുദ്ധ അറിവ് അല്ല, നമ്മൾ കലങ്ങിയ അറിവ് പോലെ ഇരിക്കുകയാണ്. അപ്പം അറിവും ശുദ്ധമാവണം. അറിവ് ശുദ്ധമായില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ നമ്മുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ പോവും, മനസ്സ് തരുന്ന വ്യാഖ്യാനങ്ങളിലോട്ട് പോകും. മനസ്സ് എന്ന് പറയുന്നത് എന്തോന്നാണ്? ദൃശ്യപ്രപഞ്ചം ഇതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. മനസ്സതിനായിട്ട് ബന്ധമുണ്ടായിരിക്കും. അതായത് ജീവിതത്തിൽ ട്രെയിനിൽ കയറിയിട്ടില്ലാത്ത 2 പേര് ആദ്യമായിട്ട് ട്രെയിനിൽ കയറി അവർ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. കുറേ ദൂരം പോയപ്പോൾ വിശക്കുന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ വാങ്ങിയ പഴമുണ്ട്, പഴം നമുക്ക് കഴിക്കാം എന്ന്. അങ്ങനെ 2 പേരും ഓരോ പഴം എടുത്തു. അപ്പോൾ പഴം എടുത്തിട്ട് 2 പേരും ഇങ്ങനെ അതിൻ്റെ തോല് എടുക്കാൻ. അപ്പോൾ ഒരാൾ അതൊരു പഴം ഇങ്ങനെ കടിച്ചതും ആ സമയത്താണ് ഈ ട്രെയിൻ തുരങ്കത്തൂടി ഇങ്ങനെ പോയത്. അപ്പോൾ പെട്ടെന്ന് ഒരു ഞെട്ടൽ ഉണ്ടായി. അപ്പോൾ കുറേ നേരം മറ്റേ ഈ കോട്ടയം തുരങ്കത്തൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇരുട്ടായിട്ട് മറ്റോ പറഞ്ഞ്, എടാ നീ പഴം കഴിച്ചോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഇല്ല, ഭാഗ്യവാൻ, ഞാനൊരു കടി കടിച്ചേ ഉള്ളൂ, എൻ്റെ കണ്ണടിച്ചു പോയി. അപ്പം അവന് സത്യം മനസ്സിലാക്കാത്തതുകൊണ്ട് മൈൻഡ് ഇൻ്റർപ്രറ്റ് ചെയ്തു. അത്
ഇനി സത്യം തെളിയണ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. ആ ട്രെയിൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, മുന്നോട്ട് പോയ സത്യം കുറച്ച് നേരം പറയാൻ പറ്റും. ആ മുന്നോട്ട് പോയി പ്രകാശം വരുന്നവരെ അവൻ എന്ത് ചിന്തിക്കും? മറ്റവൻ ഭാഗ്യവാൻ, കൊതിയുള്ളതുകൊണ്ട് എൻ്റെ കണ്ണടിച്ച് പോയി. അവന് പക്ഷേ പറയേണ്ട ആവശ്യമില്ലായിരുന്നു, അവൻ്റെ കണ്ണടിച്ച് പോകാനുള്ളായിരുന്നു എന്ന് അവൻ അങ്ങനെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്ത്. അപ്പോൾ ക്രൂരത വരെയാണ്, വേറെ ഇതായിട്ട് പോവുകയാണ്. അപ്പോൾ സത്യം അറിയാൻ വേണ്ടി മുന്നോട്ട് പോകുന്നു. മൈൻഡാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതായത് പിന്നെ ആ ഇൻ്റർപ്രട്ടേഷൻ അത് റിയാലിറ്റി വേറെ, ഇൻ്റർപ്രട്ടേഷൻ എപ്പോഴും ഇമാജിനേഷനാണ്. റിയാലിറ്റി ഇരിക്കും, ഇമാജിനേഷൻ വേറെ ഇതായിരിക്കും. എന്നിട്ട് ഇമാജിൻ ചെയ്തിട്ട് അതിൽ ജീവിക്കാൻ നോക്കും, അതിൽ റിയലിസ്റ്റിക് ആവാൻ നോക്കും. അതാണ് പ്രശ്നം പറ്റുന്നത്. പിന്നെ ഈ കഴിഞ്ഞ ഓണത്തിന് ശരത്തും ഫാമിലി ഓണം കാണാൻ പോയി. ശരത്ത്, ഭാര്യ, മകളും കനകക്കുന്ന്. ഒരു ദിവസം നമ്മൾ ഞാൻ കഴിഞ്ഞ പിന്നെ നെടുമ്പങ്ങാട് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് പോയപ്പോൾ ഞാൻ കണ്ടു, ഒരു കയ്യിൽ കുഞ്ഞ്, മറു കയ്യിൽ ഭാര്യ, വേറെ കയ്യിൽ കുട, ഭാര്യയുടെ മറ്റേ കയ്യിൽ ബലൂൺ, ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അന്ന് പിറ്റേ ദിവസം വിളിച്ചിരുന്നു ശരത്ത്. വിളിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ഇതിൽ കനകക്കുന്നിനൊക്കെ പോയതിന് ചോദിച്ചു. ആ കണ്ടായിരുന്നു. അപ്പോൾ ഗുരുജി അവിടെ പോയപ്പോൾ ഒരു പട്ടിയെ കണ്ടു, ഭയങ്കര രസമുള്ളൊരു പട്ടിയായിരുന്നു. എന്താണ് ചോദിച്ചത്? പറഞ്ഞ് അത് ഞാൻ ഡോഗ് ഷോ എന്തോ കൊണ്ടായിരുന്നു. അപ്പോൾ ഈ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ പോയി ഇങ്ങനെ ഭാര്യയും മോളിലും ആയിട്ട് ഇങ്ങനെ കാണാതിരിക്കുകയാണ്. ഇഷ്ടംപോലെ ആൾക്കുണ്ട്. അപ്പോൾ ഈ പട്ടിയുടെ പ്രത്യേകത വെച്ചാൽ എന്ത് പറഞ്ഞാലും പട്ടിക്ക് മനസ്സിലാവും, അതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പുളു അടിക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു. പട്ടി ഒന്നും മാറി ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല, നേരെ ശരത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നു. അപ്പം ഇതെങ്ങനെ മനസ്സിലായിരുന്നു? ശരത്തും എന്നെ കൂടുതൽ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യമില്ലെന്ന് പട്ടിയും. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബുദ്ധനെ നോക്കി ശിഷ്യന്മാർ ഇങ്ങനെ മൗനത്തിൽ കൂടി കാര്യങ്ങൾ സഹിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ തന്നെ വീണ്ടും പറഞ്ഞു, ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഉടൻ ശരത്തിൻ്റെ ഭാര്യയുടെ അടുത്ത് ചെന്നിരുന്നു പട്ടി. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ച് മാറ്റുന്ന ഒരു ഭാര്യ ഉണ്ടെന്ന്. അപ്പോഴും ശരത്തിൻ്റെ ഭാര്യയുടെ അടുത്ത് ചെന്നിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞു വന്നത്, ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പോയാലോ എങ്കിൽ ഈ പട്ടിക്ക് വലിയ അമാനുഷിക ശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേറെ ലോകത്തോട്ടൊക്കെ പോകും, ഇമാജിനേഷനോട്ടൊക്കെ പോകും. എന്തെങ്കിലും ഒരു കോഡിലായിരിക്കും ആ പട്ടി മുന്നോട്ട് പോയത്, ആകാം, എന്തായിക്കോട്ടെ. പക്ഷേ ഇത് പട്ടിക്ക് എങ്ങനെ മനസ്സിലായി എന്നൊക്കെ ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ റിയാലിറ്റിയിൽ നിന്ന് മാറും, വേറെ ഇൻ്റർപ്രിട്ടേഷനിലോട്ടങ്ങ് പോകും. അപ്പോൾ അതേപോലെ ഈ പ്രപഞ്ചത്തിലും പല റിയാലിറ്റികളുണ്ടെന്നാണ്. അത് ഇമാജിനേഷനിൽ അതിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് പോകലെന്നാണ്. എങ്കിൽ നമുക്ക് ആ റിയലിസ്റ്റിക് ആകാൻ പറ്റില്ല, ഒരിക്കലും റിയലിസ്റ്റിക് ആകാൻ പറ്റില്ല. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞ ഈ മരുമാമറ ബോധം, ഇത് പറയുന്ന റിയൽ ഫാക്റ്റ് ഉണ്ട്, അത് എല്ലാം പരമാർത്ഥം ഒന്ന് തന്നെയാണ് എന്നും അത് മനസ്സിലാക്കി പോകണം. മനസ്സിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിലോട്ടൊന്നും നമ്മൾ മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് അനുകമ്പാ ദശകം അവസാനിക്കുന്നത്. അപ്പം അത് ലാസ്റ്റ് ഒരിക്കൽ കൂടി അത് പറഞ്ഞു.